നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160ആയി. 133 ഇന്ത്യക്കാർ ഉൾപ്പെടെ 750-ലധികം പേരെയാണ് കാണാതായത്. ദുരന്തത്തിൽ നിരവധി പാലങ്ങൾ ഒലിച്ചുപോവുകയും വൈദ്യുതി വിതരണം താറുമാറാക്കുകയും ചെയ്തു. അതേസമയം ചൈനീസ് അതിർത്തി മേഖലയിൽ 3 പേർ മരിച്ചതായും 265-ലധികം പേരെ കാണാതായതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിന്റെ അതിർത്തി ജില്ലകളായ റസുവ, ധാഡിംഗ് എന്നിവിടങ്ങളെയും വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനം മിനിറ്റുകൾക്കുള്ളിൽ മിന്നൽ പ്രളയമായി മാറുകയായിരുന്നുവെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ പാർലമെന്റിനെ അറിയിച്ചു. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നേപ്പാളിലെ പ്രളയത്തിൽ ഇഷ ഫൗണ്ടേഷനിൽ നിന്നുള്ള 77 തീർത്ഥാടകരെ കാണാതായതായി സ്ഥിരീകരിച്ച സദ്ഗുരു. കൈലാസ മാനസരോവർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. പ്രളയസമയത്ത് ഇവർ ഗിരോങ് ഇമിഗ്രേഷൻ ഓഫീസിൽ ആയിരുന്നു. ഇമിഗ്രേഷൻ ഓഫീസിന് മുകളിലേക്ക് പ്രളയജലം പതിക്കുന്നതിന്റെയും നാശം വിതയ്ക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. യാത്ര പുറപ്പെട്ട 21 ഗ്രൂപ്പുകളുമായുള്ള 495 പേർ സുരക്ഷിതമായി മടങ്ങിയെത്തിയതായും 743 പേർ ടിബറ്റിലും 148 പേർ നേപ്പാളിലും തുടരുന്നതായും സദ്ഗുരു വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി ഫോണിൽ സംസാരിച്ച അദ്ദേഹം ദുരന്തമുഖത്ത് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങൾ വളരെ അടുത്ത ഏകോപനത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മിന്നൽ പ്രളയത്തിൽ ദുരന്തമനുഭവിക്കുന്ന നേപ്പാളിന് തുണയായി ഇന്ത്യ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അത്യാവശ്യ മരുന്നുകളും അയച്ചു. അടിയന്തര സഹായങ്ങൾ കാഠ്മണ്ഡുവിലെത്തിയതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ സഹായങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദുരിതമനുഭവിക്കുന്നവർക്കായി നേപ്പാൾ സർക്കാർ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഈ ദുരിത സമയത്ത് നേപ്പാളിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും നേപ്പാൾ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. വെള്ളപ്പൊക്കം മൂലമുണ്ടായ ജീവഹാനിയിലും നാശനഷ്ടങ്ങളിലും അഗാധമായ ദുഃഖമുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. നേപ്പാളിലുള്ള ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനായി എംബസിയുടെ അടിയന്തര ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. സഹായങ്ങൾക്കായി 779851316807 779709107500 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസാരമാണ്
നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറായ 180052539339 8802012345 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.